ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ആ ന്യൂമോണിയ ബാധിച്ച് അഡ്മിറ്റ് ആയ സമയത്ത് ഇവിടുന്ന് അടിമാലി ഹോസ്പിറ്റലാണ്. അടിമാലിയിൽ നിന്ന് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്തത്. കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്ന് ഒരു ദിവസം അവിടെ അഡ്മിറ്റായി കഴിഞ്ഞ് 7 ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ആ ഇഞ്ചക്ഷനൊക്കെ എടുത്തതിന് ശേഷം കുറഞ്ഞ് വീണ്ടും അടിമാലിയിലേക്ക് തന്നെ വിട്ടു. അടിമാലിയിൽ ഒരാഴ്ച അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൻ്റെ ന്യൂമോണിയയുടെ ഒരു മാറ്റം കണ്ടില്ല. അപ്പം അതുകൊണ്ട് വീണ്ടും അവർ കോട്ടയത്തേക്ക് തന്നെ വിട്ടു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടയത്ത് 2 തവണ പോയി വന്നു. ആ 2ാമത്തെ തവണ പോയി കഴിഞ്ഞപ്പം അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനി അച്ഛന് അധിക സമയമൊന്നുമില്ല. 83 വയസ്സുണ്ട് എൻ്റെ അച്ഛന്. അപ്പം അച്ഛൻ അധിക സമയമൊന്നുമില്ല. കാരണം ഓക്സിജൻ ലെവൽ താഴുന്നു, ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ താന്നുകൊണ്ടിരിക്കുന്നു. അത് നമുക്കും അച്ഛനെ സ്പർശിച്ച് നോക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. കാരണം അച്ഛന് സംസാരിക്കുമ്പോൾ വോയിസ് ഇല്ല. അതുപോലെ തന്നെ കൈയൊക്കെ ഇങ്ങനെ എടുത്ത് പറയുമ്പോൾ കൈയൊക്കെ എടുക്കുമ്പോഴത്തേക്കും കൈയൊക്കെ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥ. ഓക്സിജൻ നോക്കുമ്പോഴത്തേക്ക് ഓക്സിജന്റെ ലെവൽ താഴുന്നു. ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് എന്ന് നമുക്കും ചെറിയ മനസ്സിലേക്ക് ഒരു തോന്നൽ വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യുന്നത്? ഡോക്ടർമാർ പറയണത് ഇനി അധിക സമയമില്ല, കാണേണ്ടവരെ എല്ലാം വിളിച്ച് കാണിച്ചു, ഇനി അധിക സമയം ഇല്ല, മക്കളായിട്ട് ഞാൻ ഒരാളെ ഉള്ളോ, ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർമാർ എന്നോട് ചോദിക്കുന്നത്. അപ്പൊ അച്ഛന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചോദിക്കുന്നത്. ശരിക്കും അച്ഛന് ബോധത്തിന് കുഴപ്പമൊന്നുമില്ല. ശരീരത്തിന്റെ ആ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. ആ ബോധത്തിൽ അത് ഈ പറയുന്ന ഡോക്ടേഴ്സ് പറയണ എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ അതും ഒരു വിഷമാകുന്നുണ്ട്. അച്ഛൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ട്. പക്ഷെ ഡോക്ടർമാർ ഒരു കൂട്ടം മെഡിക്കൽ കോളേജിലാകുമ്പോൾ ഒരു കൂട്ടം ഡോക്ടേഴ്സാണ് കാര്യങ്ങൾ പറയാനായിട്ട് എത്തുന്നത്. അപ്പൊ അവര് വന്നിട്ട് ഇനി അധിക സമയം ഇല്ല, എല്ലാരും കാണിക്കുന്നു പറയുമ്പോൾ അവർക്കിനി ഒന്നുമില്ല, അവരിനി ഒന്നും ചെയ്യില്ല, ഇനി ചെയ്യാനില്ലാത്തൊരവസ്ഥയിലാണല്ലോ അങ്ങനെ പറയുന്നത്. കാരണം ബൈപ്പാപ്പ് എന്ന് പറഞ്ഞ മാസ്ക് ഒക്കെ വെച്ചിരിക്കുകയാണ് ഓക്സിജന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു കഴിയുമ്പം അവര് കൈവിട്ടു എന്നുള്ള അല്ല അതിന്റെ അർത്ഥം. അപ്പൊ പിന്നെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, അച്ഛനെ തിരിച്ചു പിടിക്കണം, എങ്ങനെയെങ്കിലും അച്ഛനെ തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ എന്നൊരു തോന്നല് എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പം നമ്മൾ പല വീടുകളിൽ പോയിരുന്ന് പറയുന്നതാണ് 95 എന്താ പറയണ ശരീരത്തിലേക്ക് ഓക്സിജനെ അബ്സോർവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണെന്ന്. അപ്പൊ ഏതായാലും ഞാൻ അജി ചേച്ചിയൊക്കെ അന്നേരം അച്ഛനെ കാണാനൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇവരുടെ വണ്ടിയിൽ എപ്പോഴും സാധനങ്ങൾ കാണും. അപ്പൊ അതിനേക്കാൾ മുന്നേ തന്നെ ഞാൻ എൻ്റെ ആങ്ങളേനെ വിളിച്ച് പറഞ്ഞിരുന്നു. വീട്ടിൽ ഞാൻ 95 കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വരാൻ നേരത്ത് അത് എടുത്തോണ്ട് പോരേന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ആങ്ങളെ എത്തുന്നതിന് മുന്നേ തന്നെ അജി ചേച്ചി സോമൻ ചേട്ടനും കൂടെ അവിടെ വരിക. അവരുടെ വണ്ടിയിൽ ഈ സാധനം എപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഇങ്ങനെ 95 കൊടുത്താലോ അജി ചേച്ചി എന്ന് ഞാൻ അജി ചേച്ചിയോടും ചോദിച്ചു. അജി ചേച്ചി പറഞ്ഞു കൊടുക്കുന്നേ അതിനിപ്പോ എന്നാ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഞാൻ അജി ചേച്ചിയുടെ 95 അപ്പൊ തന്നെ വാങ്ങിച്ചു വെച്ചു. വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന പേഷ്യന്റിന് കൊടുക്കണ്ട എന്ന് നമുക്ക് ട്രെയിനിങ്ങിൽ പറയുന്നതാണെങ്കിലും പിന്നെ വേറൊരു സ്റ്റേജും ഇല്ല. ഇവിടെ ക്രിട്ടിക്കലിന്റെ അപ്പുറം കഴിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ നമുക്ക് അവിടെ വേറൊന്നും ചെയ്യാനായിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു ഏതായാലും ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അവർ കൈവിട്ട മട്ടിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. രണ്ടിലൊന്ന് എന്ത് എന്ന് അറിയില്ല, എങ്കിലും എനിക്ക് തിരിച്ചു പിടിച്ചേ പറ്റൂ. അച്ഛനെ കൈവിട്ട് കളയാൻ പറ്റില്ല. അത് കാരണം ഞാനത് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഡോക്ടേഴ്സ് കാണാതെ തന്നെ ഞാൻ കൊടുത്തത്. അപ്പൊ ആദ്യം ഒരു സിപ്പപ്പ് പൊട്ടിച്ചിട്ട് സ്പൂണിൽ എടുത്തിട്ട് സ്പൂണിന്റെ കൊള്ളുന്ന അത്ര മാത്രം ഞാൻ ഈ ബൈപ്പപ്പിന്റെ മാസ്ക് ഒക്കെ പതുക്കെ പൊക്കിയിട്ട് ഞാൻ കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നിൽക്കുക, അച്ഛൻ എന്തെങ്കിലും പറ്റിപ്പോവോ എന്ന് ഓർത്തോണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അച്ഛന്റെ ശരീരത്തിലൂടെ ഒരു രക്തയോട്ടം പാസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും കൊടുത്തു. പിന്നെ ഒന്ന് ഇറ്റിച്ചു കൊടുത്തു. അന്നേരം അച്ഛന് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു 2-3 തവണ കൊടുത്തതിന് ശേഷം ഞാനത് ഗ്ലാസ് ആയിട്ട് ഈ ബൈപ്പപ്പിന്റെ മാസ്ക് ഒന്നും മാറ്റരുതെന്ന് പറഞ്ഞേക്കുന്നതാണ്. പുറത്തുള്ള എയർ ഒരു കാരണവശാലും അകത്തേക്ക് കയറരുതെന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞേക്കുന്നതാണ്. എങ്കിൽ പോലും ഞാൻ രണ്ടും കൽപ്പിച്ച മാസ്ക് മാറ്റി വെച്ചിട്ട് ഒരു ഗ്ലാസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴും അച്ഛന് പ്രത്യേകിച്ച് നമുക്ക് വേറെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു ഭാവമാറ്റമൊന്നും കണ്ടില്ല.
അപ്പൊ എനിക്ക് ഇച്ചിരിയും കൂടി ധൈര്യം കൂടി. കാരണം അച്ഛന് വേറെ പ്രശ്നങ്ങൾ നിലവിലുള്ള പ്രശ്നങ്ങളെ കൂടുതലായിട്ട് കാണിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പം രാവിലെ നേരം വെളുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനത് ഒരു ക്ലാസ് ആയിട്ട് കൊടുത്തു. അപ്പം എന്തായാലും അത് കൊടുത്തതിന് ശേഷം പ്രത്യേകിച്ച് അച്ഛന് അസുഖം കൂടുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് വന്നപ്പോൾ എനിക്കത് കൊടുക്കാനായിട്ട് വീണ്ടും വീണ്ടും ധൈര്യം വന്നു. ഞാനത് നേരം വെളുക്കുന്നതിന് മുന്നേ ഒരു ക്ലാസ് ആയിട്ടും കൊടുത്തു. അപ്പൊ അങ്ങനെ ആ തലേ ദിവസം വന്ന് എല്ലാവരെയും വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ ഡോക്ടർ പിറ്റേ ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛനോട് കൈ പൊക്കി പിടിക്കാൻ പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞ് അത്രയും നേരം അച്ഛൻ കൈ പൊക്കി പിടിച്ചോണ്ടിരുന്നു. അപ്പൊ ഡോക്ടർ എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, ഇന്നലത്തെക്കാളും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ എന്ന്. ശരിക്കും ഇന്നലത്തെക്കാളും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ വേറൊന്നും ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവര് കാരണം കൈവിട്ടല്ലോ, അവർക്ക് ഇനി ഒന്നും കൊടുക്കാനില്ല, ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മുടെ ഒരു 95 എന്ന് പറഞ്ഞ ഉൽപ്പന്നം മാത്രമാണ് അതിന്റെ ഇടയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ 95 എന്നുള്ള ഉൽപ്പന്നം കൊടുത്തോടുകൂടി അച്ഛന്റെ ഓക്സിജന്റെ ലെവല് കൂടി, അച്ഛന് സംസാരിക്കാൻ ചെറിയ വോയിസ് വന്നു. കാരണം അതുവരെ വോയിസും വരുന്നില്ലായിരുന്നു. അപ്പൊ ആ 95 എല്ലാം കൊടുത്തു. ഡോക്ടർ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പെട്ടെന്ന് കാരിത്താസ് എന്ന് പറഞ്ഞു. പലവട്ടം കാരിത്താസ് എന്ന് പറഞ്ഞ പിന്നെയാണ് എനിക്കത് കാരിത്താസ് എന്നാ പറയണേന്നുള്ള മനസ്സിലായത്. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛാ കാരിത്താസിൽ പോണോ എന്ന് ചോദിച്ചപ്പോ അച്ഛൻ തലയാട്ടി കാരിത്താസിൽ പോണെന്ന് പറഞ്ഞു. ഉടനെ അരമണിക്കൂർ കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് മേടിക്കുക. കാരണം ഡോക്ടർമാർ അന്നേരം ഡിസ്ചാർജ് തരികയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന പേഷ്യൻ്റാണ്. എങ്ങനെയാണ് ഈ നിങ്ങൾ എന്നെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് പറയുമ്പം ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം കാര്യം സാധിച്ചു. ഇവിടെ ഓക്സിജൻ കൊടുത്തിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. ആ പേഷ്യൻറ്റിന് ഓക്സിജൻ മാറ്റിയിട്ട് ആംബുലൻസിൽ കയറി ഓക്സിജൻ കൊടുത്ത് ഇത് കാരിത്താസ് ചെല്ലുമ്പോഴത്തേക്കും ആളെ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇവിടുന്ന് താഴെ ഇറക്കുമ്പോൾ തന്നെ ആളുടെ ജീവൻ പോകും എന്ന് തന്നെ ഡോക്ടർ ഉറപ്പിച്ച് എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്ക് അച്ഛൻ്റെ വാക്കായിരുന്നു വലുത്. അച്ഛനെ കാരിത്താസിൽ എത്തിക്കുക, അച്ഛൻ്റെ ആഗ്രഹം. അച്ഛനിനി ഏറ്റവും എന്നോട് പറയുന്ന ഒരു കാര്യമാണ് കാരിത്താസിലേക്ക് പോകാമെന്ന്. അപ്പം ഞാൻ അവിടെ വേറൊന്നും ചിന്തിച്ചില്ല. എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു, അച്ഛന് പോകണമെന്ന് പറയുന്നു. ഞാൻ വേറൊന്നും മടിച്ചില്ല. അരമണിക്കൂർ കൊണ്ട് ഞാൻ ആംബുലൻസ് റെഡിയാക്കി അച്ഛനെ മാറ്റി കയറ്റി. എൻ്റെ കൂടെ അപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ എന്ന് പറയാനായിട്ട് ഞാൻ മാത്രമേ അന്നേരം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഹോസ്പിറ്റലിൽ അധികം ആൾക്കാർ നിർത്താത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് നിന്നത്. അപ്പൊ ഈ അരമണിക്കൂർ കൊണ്ട് എനിക്ക് അച്ഛനെ കാരിത്താസിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. അരമണിക്കൂറിനുള്ളിൽ അച്ഛനെ അവിടെ ICUലേക്ക് കയറ്റി. ICUയിൽ കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ദൈവത്തിനോടുള്ള പ്രാർത്ഥനകളായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ അച്ഛനെ കാണാനായിട്ട് വീണ്ടും കാരിത്താസിലെ ICUലേക്ക് വിളിച്ചപ്പോഴും ഞാൻ ഈ ഒരു 95 ഗ്ലാസ്സിൽ കൊണ്ടുപോയി. അച്ഛന് കുടിക്കാൻ വെള്ളം വേണോ എന്നുള്ള ഭാവത്തിൽ അവിടെ ഡോക്ടർമാരും നഴ്സുമാരുടെ ഒക്കെ ഇടയിലൂടെ പോകുമ്പോഴും അച്ഛന് കുടിക്കാൻ വെള്ളം എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് ഞാനത് കൊണ്ടുപോയത്. ആ കാരിത്താസിലെ ICUയിൽ മാസ്ക് ഒക്കെ മാറ്റി വെച്ചിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന ഭാവേന ഞാനത് കൊടുത്തു. അങ്ങനെ ഒരു 3 ദിവസം അവിടുത്തെ ICUയിലും കിടന്നു. ഈ സമയത്തെല്ലാം ഞാൻ 95 കൊടുത്തോണ്ടിരുന്നു. പിന്നെ അവിടുന്ന് റൂമിലേക്ക് മാറ്റി 5 ദിവസം റൂമിലേക്ക് അഡ്മിറ്റ് ആക്കി. ആ സമയങ്ങളിലെല്ലാം ഞാനിത് കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം കൊടുത്തതിന് ശേഷവും ഇവർ വന്ന് ഓക്സിജൻ ലെവൽ നോക്കുമ്പോൾ ഓക്സിജൻ ലെവൽ കൂടുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും കൊടുക്കാനായിട്ടുള്ള കാരണം. കാരണം ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പൊ ഈ ഓക്സിജന്റെ ലെവൽ കൂടുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കൊടുക്കാനുള്ള പ്രചോദനം കൂടിയാണത്. അപ്പൊ അങ്ങനെ കൊടുത്തു. ആ 2-3 മണിക്കൂർ മാത്രം ശേഷിക്കുന്നു എന്ന് പറഞ്ഞുള്ള ആ അച്ഛൻ ഇന്നും എൻ്റെ കൂടെ ജീവനോടെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ മഹത്വം തന്നെയാണ് എനിക്ക് അവിടെ ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത്. കാരണം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവത്തിന്റെ അനുഗ്രഹവും അതോടൊപ്പം തന്നെ ദൈവം കൂടിയിരിക്കുന്ന ആ പ്രൊഡക്റ്റും നമ്മുടെ കൈകളിലുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ അച്ഛൻ്റെ ജീവൻ ഇന്നും പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നത്. ഇന്നും ഞാൻ അതിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് മാറ്റം തന്നെയുണ്ട്. കാരണം അത് നമ്മുടെ ജീവന്റെ പ്രൊഡക്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനെ തന്നെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഉൽപ്പന്നം തന്നെയാണത്. അത് പരിചയപ്പെടുത്തിയ, അത് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ ലീഡേഴ്സിനും ഞാൻ നമിക്കുകയാണ്.